എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണിയിലാണ്. ഇന്നത്തെ വിശേഷം വേളാങ്കണ്ണിയാണ്. ഞങ്ങൾ എല്ലാ വർഷങ്ങളും പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വേളാങ്കണ്ണി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാ വർഷങ്ങളിലും നടക്കാറില്ല. 2 വർഷമൊക്കെ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയിരിക്കും. എല്ലാ വർഷം പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കൂടി ഉണ്ടാവാറുണ്ട്. ഈ വർഷം പോയപ്പോഴും ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഒറ്റയ്ക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ട്രെയിനിൽ നിന്നും 2 ആൻറ്റിമാരെ പരിചയപ്പെട്ടു. അങ്കമാലിക്കാരായ 2 പേര്, മേഴ്സി ആൻറ്റിയും സിജി ആൻറ്റിയും. അവർ 2 പേരും ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങളുടെ യാത്രയിൽ അങ്ങോട്ട് കേട്ടോ. നമ്മൾ വേളാങ്കണ്ണി ഇറങ്ങിയപ്പോൾ മുതൽ തിരിച്ചു പോരുന്ന ട്രെയിനിലടക്കം നമ്മൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അന്ന് ഇവിടുന്ന് നാഗപട്ടണത്ത് പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് പുറത്തുനിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ വേളാങ്കണ്ണി പള്ളിയുടെ അടുത്ത് 10 കിലോമീറ്റർ ദൂരത്തേക്ക് വേളാങ്കണ്ണി പള്ളിയിലേക്ക് എത്തി. 300 രൂപയായിരുന്നു ഓട്ടോയുടെ ചാർജ് വരുന്നത്. അവിടെ നിന്ന് നമ്മളൊരു റൂമൊക്കെ എടുത്തു. റൂമും നമ്മൾ ഒരുമിച്ചായിരുന്നു. റൂം എടുത്തതിന് ശേഷം പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ കരിഞ്ഞു പോകുന്ന പോലത്തെ വെയിലായിരുന്നു ഗായ്സ്. നമ്മളപ്പോഴത്തേക്ക് നേരെ ഫുഡ് കഴിച്ച് നേരെ റൂമിൽ തന്നെ വന്ന് 4 മണി 5 മണി ആയപ്പോഴത്തേക്കാണ് പുറത്തിറങ്ങിയത്. 5 മണി ആകുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഇരുട്ടും. പിന്നെ നമ്മൾ നേരെ പള്ളിയിൽ പോയി. പള്ളി ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് നേർച്ചകളൊക്കെ നമുക്കുണ്ടായിരുന്നു. നേർച്ചകളൊക്കെ അവിടെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിലുള്ള പള്ളിയിലൊന്നും നമുക്ക് വീഡിയോ അലൗഡ് അല്ല. ഇത് നമ്മൾ പുറത്ത് മുകളിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അവിടെ എല്ലാം പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടു. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേക്കും ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാ സ്ഥലങ്ങളും വൈകുന്നേരം തന്നെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു നേർച്ചയുണ്ടായിരുന്നു. അവിടെ മുട്ടേൽ വലിയുന്ന ഒരു നേർച്ചയുണ്ട്. പക്ഷേ എനിക്ക് മുട്ടിൽ വലിയാനല്ലായിരുന്നു. ഞാൻ ഈ മണൽ വഴി ദൂരെ വരെ കാല് വെച്ചടി ഇതുപോലെ നടക്കാനായിരുന്നു എൻ്റെ നേർച്ച ഉണ്ടായിരുന്നത്. അപ്പം ആ മെയിൻ പള്ളിയുടെ അടുത്തുനിന്ന് നേരെ ഫ്രണ്ടിൽ കാണുന്ന പള്ളിയിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നായിരിക്കും. വെച്ച് നടന്നു. അങ്ങനെ നടന്നു അടുത്ത് നമ്മൾ അപ്പുറത്തൊരു പള്ളിയുണ്ട്. അവിടെ അവിടെയാണ് ഒരു അത്ഭുതം സൃഷ്ടിച്ച ഒരു കിണറുള്ളത്, പള്ളിയുള്ളത്. അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ നമ്മളുടെ കാര്യങ്ങളായ ബീച്ചിലേക്ക് പോയി. ബീച്ചിൻ്റെ അവിടെ പോയിട്ട് ഇതുപോലെ കുറച്ച് കോനൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ മെയിൻ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ മീൻ വറുത്തത് നല്ല കിട്ടും. അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നത് കഴിച്ചിട്ട് പിന്നെ ഫിഷുകൾ ഇങ്ങനെ നോക്കി, കുറേ ഫിഷുകളൊക്കെ നോക്കി ഓരോന്നെടുത്ത് അതിൽ പലതും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതൊക്കെയോ മീനുകളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ വാങ്ങിച്ചു കൂട്ടി അവിടെ ഇരുന്ന് കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ വേളാങ്കണ്ണി പോകാൻ സാധിച്ചതും. അവിടെ ബ്ലെസ്സിങ്, മാതാവിൻ്റെ ബ്ലെസ്സിങ് നേരാൻ പറ്റിയതും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് വേളാങ്കണ്ണി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹാപ്പി മൊമെൻറ്റിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 ആൻറ്റിമാരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ അവരുള്ളത് കൊണ്ട് ഹാപ്പി ആയിരുന്നു. അപ്പം അടുത്ത